എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചൊരു സ്ട്രക്ചേർഡ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടാണ്. അതെ, അതിൻ്റെ പേരാണ് മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സ് എന്നുള്ളത്. ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് A to Z ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ എഡ്യൂക്കേറ്റീവായിട്ട്, വളരെ സിമ്പിളായിട്ടും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയാം, ആയിരക്കണക്കിന് വീഡിയോസ് ഓൾറെഡി മലയാളത്തിലുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് കുറേ വീഡിയോസ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് പറയുന്നതും പല രീതിയിലുള്ള ഇൻഫർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ഉണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇത് ഒരു സ്ട്രക്ചേർഡ് വേ ആയിരിക്കും. ഈ പ്രോഗ്രാം ഒരു സ്ട്രക്ചേർഡ് രൂപത്തിലായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. ആ വീഡിയോസ് പലയിടത്തും നന്നായി ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അവരുടെ വീഡിയോസ് ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് ഇൻഫർമേഷൻസ് അവിടെ ഇവിടെയായിട്ടാണ് കിടക്കുന്നത്. ഈ പ്രോഗ്രാമിൽ ഈ ഇൻഫർമേഷൻസ് എല്ലാം നമ്മളൊരു സ്ട്രക്ചേർഡ് രീതിയിൽ A to Z ഡിസൈൻ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. 10 എപ്പിസോഡിൽ സ്ട്രക്ചർ ചെയ്തിട്ടായിരിക്കും ഈ പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 11 മണിക്കായിരിക്കും ഈ ചാനലിൽ ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. മറക്കരുത്, രജിസ്റ്റർ എന്ന് പറയുന്ന കമൻറ്റാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടത്. ഈ കോഴ്സിൽ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ വീഡിയോസും ഒരു പ്ലേലിസ്റ്റ് ആക്കി ഈ ചാനലിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നതായിരിക്കും. ആ പ്ലേലിസ്റ്റിൻ്റെ പേര്, ഈ കോഴ്സിൻ്റെ പേര് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സ് എന്നുള്ളതാണ് ആ പ്ലേലിസ്റ്റിൻ്റെ പേര്. ഈ കോഴ്സിൻ്റെ അവസാനത്തിനുള്ളിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നൂക്ക് ആൻഡ് കോർണർ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഈ കോഴ്സ് കൊണ്ടുള്ള ഉദ്ദേശം. എല്ലാ എപ്പിസോഡിൻ്റെയും അവസാനം നമ്മൾ ആ ദിവസം എന്താണ് ഡിസ്കസ് ചെയ്തത് എന്നുള്ളത് ഒരു PDF ഫോർമാറ്റിൽ നിങ്ങളുടെ മെയിൽ ID യിലേക്ക് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്യൂച്ചർ റെഫറൻസിന് എനി ടൈം ഈ ഫ്യൂച്ചർ റെഫറൻസിന് നിങ്ങളതെടുത്ത് യൂസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഈ കോഴ്സിൻ്റെ എൻഡിൽ, അതായത് 10 എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു ക്വിസ് ലോഞ്ച് ചെയ്യും. ആ ക്വിസിനകത്തുള്ള വിന്നേഴ്സിന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റിവാർഡ്സും അതിനകത്തുണ്ടാവും. എൻ്റെ മനസ്സിലാക്കൽ ഈ കോഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്നാലും പ്രത്യേകിച്ച് യൂസ്ഫുൾ ആവാൻ പോകുന്നത് ഇൻവെസ്റ്റേഴ്സിനാണ്. നിങ്ങളൊരു ഇൻവെസ്റ്റർ ഇപ്പോൾ ആണെങ്കിൽ, അതായത് ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിലെങ്കിലും നിങ്ങളൊരു ഇൻവെസ്റ്റർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മ്യൂച്വൽ ഫണ്ടിൻ്റെ ഈ കോഴ്സ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. രണ്ടെന്ന് പറയുന്നത് സ്റ്റുഡൻസിനെയാണ്. സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഇങ്ങനെ ഒരു ഡിസൈൻഡ് ആയിട്ടുള്ള കോഴ്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. അത് നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളെ എന്തായാലും നോളജിൽ ഇത് ഇമ്പ്രൂവ് ചെയ്യും. 3 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളൊരു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനാൻസ് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ കോഴ്സ് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞവർക്ക് മാത്രമല്ല, എൻ്റെ മനസ്സിലാക്കൽ ഈ കോഴ്സ് എല്ലാവർക്കും തന്നെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. മ്യൂച്വൽ ഫണ്ടിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സും ജാർഗൺസും എല്ലാം വളരെ സിംപ്ലിഫൈ ആക്കാൻ പോവുകയാണ് നമ്മളിവിടെ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ മറക്കരുത്, ആദ്യം എന്ന് പറയുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, രണ്ടാമത് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച ഫസ്റ്റ് സെഷൻ 11 മണിക്കായിരിക്കും. അന്നേരം നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.